ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പെട്ടെന്ന് ക്യാരറ്റ് ഹൽവ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമ്മളിവിടെ 1 കിലോ ക്യാരറ്റ് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തീരാൻ വേണ്ടിയാണ് ഞാനിതുപോലെ ചെയ്തത്. അത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് കുറേ നേരം വേണം, നമ്മുടെ കൈയൊക്കെ കഴിച്ചു പൊട്ടും ഇത് ഇത്രയൊക്കെ ചെയ്തെടുക്കുമ്പോൾ. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി, പക്ഷെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്ത് ഗ്രേറ്റ് ചെയ്യരുത്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് പഞ്ചസാരയും 1 ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ക്യാരറ്റ് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഈ 1 കിലോനും മൊത്തമായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കരുത്. നമുക്ക് കുറച്ച് 1 കപ്പ് വീതം ഇട്ട് കൊടുത്തിട്ടേ നമ്മളിത് ക്രഷ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ അതിൽ ക്രഷ് ആവാത്ത ക്യാരറ്റും കൂടി ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ കുക്കറിലിട്ട് അടിക്കണമുണ്ട്, നമുക്കത് പതുക്കെ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അലിഞ്ഞ് വരും. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. ഇപ്പം നമ്മുടെ ക്യാരറ്റ് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളിനി ഒരു ഡ്രൈ കൺസിസ്റ്റൻസിയിലാക്കുമ്പോൾ വളരെ ടേസ്റ്റായിരിക്കും. അത് നെയ്യിലിട്ട് നമ്മളിത് ആ ഒരു പരുവത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പാനിലേക്ക് ഇതിട്ട് കൊടുത്തിരിക്കുന്നത്. കുക്കറിലേക്ക് നമ്മൾ നെയ്യൊഴിച്ചൊക്കെ വെച്ച് ഞാൻ ചെയ്ത് നോക്കി, ടേസ്റ്റാണ്. പക്ഷെ അതിനേക്കാളും ടേസ്റ്റായിരുന്നു ഇതേപോലെ ചെയ്തപ്പോൾ. കാരണം ആ വെള്ളത്തിൻ്റെ അംശം അപ്പാടെ അങ്ങ് മാറിക്കിട്ടും നമ്മൾ ഈ പാനിൽ വെച്ച് ഒന്ന് ഡ്രൈ ആക്കി വരുമ്പോൾ. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്തോളണം, പക്ഷേ ഇളക്കി കൊടുക്കുകയും കൂടി വേണം കേട്ടോ. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പഞ്ചസാര ചേർത്തിട്ടുള്ളതാണല്ലോ, പെട്ടെന്ന് അങ്ങ് ബ്രൗൺ കളറായി പോവും. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒത്തിരി നേരം ഒന്നും ഇളക്കണ്ട, ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആവും. അതിലേക്ക് നമുക്ക് കുറച്ച് കശുവണ്ടിയും കുറച്ച് ബദാമും കൂടിയും ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 3-5 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം അപ്പോഴും ഫുള്ളിൽ തന്നെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് ഫുൾ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് ബൗളുകളിലേക്ക് ഒന്ന് പകർത്തി കൊടുക്കാം. നല്ല ചൂടോടെ തന്നെ നമുക്കിത് കഴിക്കാം, നല്ല ടേസ്റ്റാണ്. സാധാരണ ഞാൻ ക്യാരറ്റ് ഹൽവ ചെയ്യുന്നതിനേക്കാളൊക്കെ വളരെ ടേസ്റ്റി ആയിരുന്നു ഇത്. മാത്രമല്ല ഇപ്പം ക്യാരറ്റിന് ഭയങ്കര വിലക്കുറവാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയൊരു അവസരമാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.